പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ വചനവിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചനങ്ങൾ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 54 മുതൽ 59 വരെയുള്ള തിരുവചനങ്ങളാണ്. അത് ഇപ്രകാരമാണ്. ഈശോ ജനക്കൂട്ടത്തോട് പറഞ്ഞു, പടിഞ്ഞാറ് മേഘമുയരുന്നത് കണ്ടാൽ മഴ വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റടിക്കുമ്പോൾ അത്യുഷ്ണം ഉണ്ടാകുമെന്ന് നിങ്ങൾ പറയുന്നു. അത് സംഭവിക്കുന്നു. കപടനാട്യക്കാരെ, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തതെന്തുകൊണ്ട്? എന്തുകൊണ്ട് നിങ്ങൾ ശരിയായി വിധിക്കുന്നില്ല? നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക. അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ന്യായാധിപൻ നിന്നെ കാരാഗൃഹപാലകനെ ഏൽപ്പിക്കുകയും അവൻ നിന്നെ തടവിലാക്കുകയും ചെയ്യും. അവസാനത്തെ തുട്ടുവരെ കൊടുക്കാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ. ഇന്നത്തെ ഈ തിരുവചനം ഒത്തിരി സഭാപിതാക്കന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ ബീഡെന്ന് പറയുന്ന ഒരു സഭാപിതാവ് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. അതായത്, ശത്രുവുമായിട്ട് നിങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അവനുമായിട്ട് രമ്യതപ്പെടാനായിട്ട് ഒരുങ്ങിക്കൊള്ളുക, തയ്യാറാകുക എന്ന് പറയുന്ന ആ ഭാഗത്തെ ശത്രുവിനെ അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നത് അത് ദൈവവചനമാണ് എന്നാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എപ്രകാരമാണ് ദൈവവചനം നമ്മുടെ ശത്രുവാകുന്നത്? ഒരു മിത്രമായിട്ടല്ലേ ദൈവവചനം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടത്? എന്നാൽ ദൈവവചനം നമ്മുടെ ശത്രുവായിട്ട് മാറുന്നത് ഈ ദൈവവചനത്തിന് നമ്മുടെ ഹൃദയത്തെ വിവേചിച്ചറിയാനായിട്ടുള്ള കഴിവുണ്ട് എന്നതിൽ നിന്ന് തന്നെയാണ്. അതായത്, നമ്മൾ നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും ഈ ദൈവവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കാര്യങ്ങളെയൊക്കെ വിവേചിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു വിധികർത്താവായിട്ട് നിൽക്കാറുണ്ട്. ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത് ദൈവവചനത്തിലൂടെ തന്നെയാണ്. പലപ്പോഴും തെറ്റായ ഹൃദയ വിചാരങ്ങളും തെറ്റായ രീതിയിലുള്ള ജീവിതങ്ങളും നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ വചനങ്ങൾ നമുക്ക് ഒരു യഥാർത്ഥമായ വിധി കൽപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ തെറ്റായ വഴിയിലൂടെയാണോ നടക്കുന്നത്, അല്ലെങ്കിൽ നേരായ മാർഗത്തിലൂടെയാണോ നടക്കുന്നതെന്ന് വിവേചിച്ചറിയാനായിട്ട് ഈ ദൈവവചനം നമ്മളെ സഹായിക്കും. അത്തരത്തിൽ ദൈവവചനവുമായിട്ട് നമ്മൾ രമ്യതപ്പെട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് യേശുനാഥൻ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ ദൈവവചനവുമായിട്ട് നമ്മുടെ ജീവിതത്തെ താരതമ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം. പലപ്പോഴും ദൈവവചനം നമുക്ക് നൽകുന്ന പല വിധത്തിലുള്ള കാര്യങ്ങളും, അതായത് നമ്മുടെ ജീവിതം തെറ്റായ തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോഴും അതിനെ നമ്മൾ നമ്മുടെ യുക്തിപരമായ ചിന്തകളോടുകൂടെ അത് ഓക്കെയാണ്, അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ? അത്തരത്തിൽ നമുക്ക് ലഭിക്കാനിരുന്ന പല കൃപകളും നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് ഇന്നൊന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. പലപ്പോഴും ദൈവവചനവുമായിട്ട് ചിന്തിച്ചുകൊണ്ട് അത് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴും അതിന് വേണ്ടത്ര രീതിയിൽ നമ്മൾ അതിന് വേണ്ടതായ രീതിയിൽ നമ്മൾ മുൻതൂക്കം കൊടുക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ലഭിച്ചിരിക്കുന്ന പല കൃപകളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളത് തീർച്ചയാണ്. നമുക്കറിയാം, രാജാവായിരുന്ന സാവൂളിൻ്റെ ജീവിതം, അവന് ലഭിച്ചിരുന്ന കൃപ അവൻ നഷ്ടപ്പെട്ടു പോയത് സാമുവേലിൻ്റെ പല വചനങ്ങളും കേൾക്കാൻ അവൻ കൂട്ടാക്കാത്തത് കൊണ്ട് തന്നെയാണ്. പിന്നീട് ദാവീദ് രാജാവും അതേ ഒരു അവസ്ഥയിലേക്ക് വരുന്നതും പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ സോളമനും ആ ഒരു തരത്തിലേക്ക് അധപ്പതിച്ചു പോകുന്നതും കൃപകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതും നമ്മൾ വചനത്തിൽ വായിച്ച് കേൾക്കുന്നുണ്ട്. അപ്പോൾ കൃപകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൽ തന്നെ നിലനിൽക്കണമെങ്കിൽ ദൈവവചനവുമായിട്ട് എപ്പോഴും രമ്യതപ്പെട്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം.
ഈ ദൈവവചനം നമ്മളെ വിധിക്കുന്നത് അതൊരിക്കലും ഒരു നമുക്ക് നാശത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടല്ല, നേരെ മറിച്ച് നമ്മളെ യഥാർത്ഥമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ്. അപ്പോൾ ഇന്ന് വചനം വായിച്ച് കേൾക്കുന്ന അവസരത്തിൽ നമുക്ക് ലഭിക്കുന്ന എല്ലാ അടയാളങ്ങളും, ഈ ദൈവവചനത്തിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ അടയാളങ്ങളും തിരിച്ചറിയാനും അതിനോട് യഥാർത്ഥമായ രീതിയിൽ പ്രത്യുത്തരിക്കാനും നമുക്ക് പരിശ്രമിക്കാം. അതിന് വേണ്ടുന്ന കൃപയ്ക്ക് വേണ്ടിയിട്ട് യേശുനാഥനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം പ്രകൃതിക്ഷോഭത്താൽ ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അവിടുത്തെ കൃപകൾ അയച്ചുകൊണ്ട് ഈ കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കിയ യേശുനാഥൻ്റെ ശക്തി ആ മക്കളുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും ഈ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് നമ്മുടെ നാടിനെ വിമോചിപ്പിക്കുന്നതിനും യേശുനാഥൻ നമുക്ക് കൃപ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥ, അങ്ങയുടെ തിരുവചനങ്ങൾ ഞങ്ങളെ നേരായ ദിശയിൽ നയിക്കുന്നുണ്ടല്ലോ, അതിനോർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചനത്തോട് പ്രത്യുത്തരിക്കാൻ വൈകിപ്പോയ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു. ഇനിയുള്ള ജീവിതത്തിൽ യഥാർത്ഥമായ സ്നേഹത്തോടുകൂടെ, യഥാർത്ഥമായ വിശ്വാസത്തോടുകൂടെ ഓരോ ദൈവവചനവും കേൾക്കുന്നതിനും അതിനോട് യഥാർത്ഥമായ രീതിയിൽ പ്രത്യുത്തരിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈശോയെ, ഈ പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് ഞങ്ങളെ അങ്ങ് വിമോചിപ്പിക്കണമേ. ഏറ്റവും സമാധാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഈ അവസരത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതത്തിൽ നിന്നും അമ്മയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളെയും ഈ ജനത്തെയും അങ്ങ് വിമോചിപ്പിക്കണമേ. എന്നെന്നും ഞങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് അമ്മേ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.